ومن الناس من يتخذ من دون الله أندادا يحبونهم كحب الله والذين آمنوا أشد حبا لله. ജനങ്ങൾ ചില ആളുകൾ അള്ളാഹുവിന് സമന്മാരെ ഉണ്ടാക്കി അള്ളാഹുവിനെ സ്നേഹിക്കുന്ന പോലെ അവർ അവരെ സ്നേഹിച്ചു. എന്നാൽ സത്യവിശ്വാസികൾ അള്ളാഹുവിനോട് ശക്തമായ സ്നേഹമുള്ളവരാണ്. അന്ന് അക്രമികൾ ആ ശിക്ഷയുടെ മുന്നിൽ കാണുമ്പോൾ അവർക്ക് മനസ്സിലാകും അള്ളാഹുവിനാകും സർവശക്തി, അള്ളാഹുവിനകത്ത് കഴിവുള്ളവനാകുന്നു. പിൻപറ്റപ്പെട്ട നേതാക്കന്മാർ പിൻപറ്റിയ അനുയായികളിൽ നിന്ന് ഒഴിവാകുന്ന ദിവസം. അനുസരിക്കപ്പെട്ട പിൻപറ്റപ്പെട്ട നേതാക്കന്മാർ അള്ളാഹു റസൂലും അതിനെതിരായിക്കൊണ്ട് ഏതൊരാൾ ആരനുസരിക്കുകയും പിൻപറ്റുകയും ചെയ്തു അവരൊക്കെ അതിൽപ്പെടും. അതിൽ ഒന്നാം സ്ഥാനത്ത് വരുന്നത് അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെട്ട ആളുകളാണ്. എന്നാൽ അമ്പിയാക്കളും മുർസലീങ്ങളും സാലിഹ്യങ്ങളൊക്കെ അതിന് ഒഴിവാണ്. കാരണം അവരാരും ഞങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കണമെന്നോ ആരാധിക്കണമെന്നോ പറഞ്ഞിട്ടില്ല. എന്നാൽ ഇഷ്ടപ്പെട്ട് പ്രാർത്ഥിക്കപ്പെട്ടവരാകട്ടെ, തൃപ്തിയോടുകൂടി ആരാധിക്കപ്പെട്ടവരാകട്ടെ, അവർ താമൂത്തുകളാണ്, ദുർമൂർത്തികളാണ്. അവരൊക്കെ അവിടെ ഒഴിവാകും. ഇരുകൂട്ടരും ശിക്ഷ നേരിൽ കാണും. അവർ തമ്മിലുള്ള എല്ലാ ബന്ധവും വിച്ഛേദിക്കപ്പെടും. وقال الذين اتبعوا لو أن لنا كرة فنتبرأ منهم كما تبرأوا منا كذلك يريهم الله أعمالهم حسرات عليهم وما هم بخارجين من النار. അപ്പോൾ അനുസരിച്ച ആളുകള് അനുയായികൾ പറയും, ഒരു അവസരം കിട്ടിയിരുന്നുവെങ്കിൽ ഇന്ന് ഈ നേതാക്കന്മാർ ഞങ്ങളിൽ നിന്ന് വിട്ടൊഴിവായതുപോലെ ഞങ്ങൾ അവരിൽ നിന്ന് ഒഴിവാകുമായിരുന്നു. പക്ഷേ അവസരമില്ല. അള്ളാഹു അവർക്ക് ഒരു ഖേദമായിക്കൊണ്ടതൊക്കെ കാണിച്ചു കൊടുക്കും. അവർ നരകത്തിൽ പുറത്തു കിടക്കയില്ല. അള്ളാഹു രക്ഷിക്കുമാറാകും.